അങ്കിളെ അങ്കിളെ പറയാന്ന് പറഞ്ഞ കഥ പറ. കഥയൊക്കെ പറഞ്ഞു തരാട്ടോ. പക്ഷേ അങ്കിളാണ് ഈ കഥ പറഞ്ഞതെന്ന് ഒരു കാരണവശാലും അച്ഛനും അമ്മയും ബാക്കി ആരും അറിയാൻ പാടില്ല കേട്ടോ. ഇതുപോലുള്ള കഥയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി അങ്കിളുടെ വഴക്ക് പറയത്തില്ലേ? അപ്പൊ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കഥയാണോ? പിന്നെ എന്തിനാ അങ്കിള് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നേ? ഏയ്, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടല്ലേ പോകുന്നേ. അപ്പൊ നിങ്ങളും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ശരി അങ്കിളെ, അങ്കിള് കഥ പറ. അങ്കിള് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അങ്കിളെ കഥ പറയാൻ പോകുന്ന കഥയില്ലേ, ആ കഥയിലെ ആ കഥാപാത്രത്തിന്റെ പേര് മാളവിക എന്നാണ് കേട്ടോ. നമ്മുടെ മാളവികേനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന മാളു എന്നായിരുന്നു കേട്ടോ. എല്ലാവർക്കും അവൾക്കുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കാനാണെങ്കിൽ ബഹുമിടിക്കുകയായിരുന്നു. പക്ഷേ മാളവികയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല കേട്ടോ. മാളവിക 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാളവികയുടെ അമ്മ മരിക്കുന്നത്. അച്ഛനാണെങ്കിൽ മദ്യപാനിയായിരുന്നു. അങ്ങനെ അച്ഛൻ അസുഖം വന്ന് അമ്മ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. മാളവിക ഈ അമ്മ മരിച്ച സങ്കടത്തിലിരുന്ന് കരയുമായിരുന്നു. ആ സമയത്ത് മാളവികയുടെ അമ്മയ്ക്ക് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി വന്ന് കണ്ടപ്പോൾ മാളവിക ആകെ ഇരുന്ന് കരയുന്നു. അപ്പോൾ അവർക്കത് കണ്ട് സങ്കടമായി. അവർ മാളവികേനെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. മുത്തശ്ശിയാണെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മാളവികയുടെ അമ്മയുടെ അമ്മ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ മുത്തശ്ശിക്ക് വേറെ ബന്ധുക്കളോ പറയപ്പെട്ട ആരും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശി മാളവികനെ സ്വന്തം മോളെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് കേട്ടോ മാളവികനെ നോക്കിക്കൊണ്ടിരുന്നത്. മാളവിക പഠിക്കാൻ ബഹുമിടിക്കായതുകൊണ്ട് അവൾ പഠിച്ചോട്ടെ തന്നെ മുത്തശ്ശി വിചാരിച്ചു. മുത്തശ്ശിയുടെ കാലശേഷവും മാളവികക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവണ്ടേ, അതുകൊണ്ടാട്ടോ മുത്തശ്ശി അങ്ങനെ തീരുമാനിച്ചത്. എന്നാൽ പോലും അവൾ സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് മുത്തശ്ശീനെ സഹായിക്കാനായിട്ട് മുത്തശ്ശി ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കൂടെ പോവായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും മാളവികനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവർക്ക് എന്ത് കാര്യത്തിനും മാളും ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ തന്നെ വന്നായിരുന്നു. എന്ത് കാര്യത്തിന് പറഞ്ഞാലും മാളു എന്ന് പറഞ്ഞ അവർ നടന്നേച്ചത്. അവിടെ ഒരു മാളവികയുടെ പ്രായം തന്നെയുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് അനു എന്നായിരുന്നേ. മാളവിക അനു നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഈ അനുവിനൊരു ചേട്ടനുണ്ടായിരുന്നു. ആദിത്യ എന്നായിരുന്നു ചേട്ടൻ്റെ പേര്. ആദിത്യൻ എന്നാ പേര്. ആദിത്യെന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആദിത്യൻ തിരിച്ചു വന്നു കേട്ടോ. ഇപ്പം നമ്മുടെ മാളവിക വളർന്ന് വലുതായി +2 പഠിക്കുന്നത്. ഇപ്പോൾ മാളൂട്ടി ഉണ്ടല്ലോ, എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ ആദ്യം ഓടി മുത്തശ്ശിയുടെ അടുത്ത് വരും. മുത്തശ്ശീനെ കണ്ടു കഴിഞ്ഞിട്ടേ അവൾ വെള്ളം പോലും കുടിക്കാറുള്ളൂ കേട്ടോ. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മുത്തശ്ശീനെ. അപ്പോൾ അവൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, കാണാത്തൊരു മുഖമാണല്ലോ എന്നവൾ ആലോചിച്ചു. അവൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ആരാ, എന്താ ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ ആദിത്യൻ പറയും, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം നിനക്കെന്താ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എൻ്റെ പേര് മാളു എന്നാ, ഞാനിവിടെ എൻ്റെ മുത്തശ്ശീനെ കാണാൻ വന്നതാ. അപ്പോൾ ആണോ, മുത്തശ്ശീനെ കാണാൻ വന്നാണെങ്കിൽ മുത്തശ്ശീനെ കണ്ടിട്ട് പോയപ്പോരെ, എന്നോട് ഇതൊക്കെ തിരക്കേണ്ട ആവശ്യം നിനക്ക് എന്താന്ന് ചോദിക്കും. ആദി ചൂടാകും. ആദി ചൂടായതുകൊണ്ട് മാളു സോറി പറഞ്ഞ് അകത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആദിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മാളുവിനെ ഇഷ്ടമായി കേട്ടോ. പക്ഷേ ആദി ഒരു ചൂടൻ ടൈപ്പാണ്. ആദി മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാത്തൊരു ടൈപ്പാണ്. എപ്പോഴും മുഖമൊക്കെ കയറ്റി വെച്ച് ദേഷ്യഭാവത്തിലായിരിക്കും നമ്മുടെ ആദി നടക്കുന്നത്. പക്ഷേ മാളു ഒത്തിരി പേടിച്ചു പോയിട്ടോ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. മാളു ഓടിച്ചെന്ന് മുത്തശ്ശിനോട് ചോദിക്കും, മുത്തശ്ശി, ആരാ പുറത്ത് നിൽക്കുന്ന ചേട്ടൻ? ഞാൻ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ചൂടായി. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ മുത്തശ്ശിന്ന് ചോദിക്കും.
അപ്പം മുത്തശ്ശി പറയും, എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? അത് ഇവിടുത്തെ ചെറുക്കനാ ആദിത്യൻ. അവൻ ഇന്ന് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് നീ അവനെ കാണാതിരുന്നത്. വെറുതെ എന്തിനാ അവരുടെ മുഷിപ്പൊക്കെ വാങ്ങിച്ചു വെക്കുന്നേ എന്ന് ചോദിക്കും. പറയും, അയ്യോ ആദ്യേട്ടനായിരുന്നോ മുത്തശ്ശി, എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയും. മുത്തശ്ശി പറയും, എന്നാൽ മോള് പോയി യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കേട്ടോ, മുത്തശ്ശി വരാൻ കേട്ടോ അങ്ങോട്ടെന്ന് പറയും. അപ്പോൾ ഇവൾ തിരിച്ച് നടന്ന് പോകാൻ പോകുമ്പോൾ അനു വിളിക്കും, മാളു ഇങ്ങോട്ടൊന്ന് വന്നേ, ഏട്ടൻ വന്നപ്പോൾ നിനക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നീ ഇന്നാ ഇത് കൊണ്ടുവെക്കോ എന്ന് പറയും. അപ്പം മാള് പറയും, വേണ്ട, എനിക്ക് ഇപ്പം തന്നെ ഒത്തിരി സാധനം ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്, എനിക്കെല്ലാം കൂടി വേണ്ട, അനു തന്നെ വെച്ചോന്ന് പറയും. അനു പറയും, വേണ്ട, നിനക്ക് കൊണ്ടുവന്ന സാധനം നിനക്ക്, നീ ഏതെങ്കിലും കൊണ്ടുപോയച്ചോ മതി, നീ കൂടുതൽ കിന്നാരമൊന്നും പറയാൻ നിൽക്കില്ലേ പെണ്ണേന്ന് പറഞ്ഞു കളിയാക്കും. അപ്പോൾ നമ്മുടെ മാളു ഇത് മേടിച്ച് തങ്ങ് നടക്കും. അപ്പോൾ നമ്മുടെ ആദ്യം ഇതെല്ലാം ഒളിഞ്ഞൊന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3-4 വർഷങ്ങൾ കൂടി കടന്നുപോയി. ആദ്യം പിന്നെ വിദേശത്തോട്ടൊന്നും പോയില്ല കേട്ടോ. ആദിക്ക് മാളുവിനെ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആദ്യം ഇത് ഒരു പ്രാവശ്യം പോലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആദിക്ക് കല്യാണാലോചനകളൊക്കെ വരാൻ സമയമായി. കല്യാണാലോചനകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ ഏത് കല്യാണാലോചന വന്നാലും ആദ്യം പറയും, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നിട്ട് ചോദിക്കും, ആദി നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞങ്ങളത് നടത്തിത്തരാം, എങ്ങനത്തെ കുട്ടിയായാലും പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അപ്പം ആദി പറയും, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, പക്ഷേ ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ആദ്യം ഞാൻ ആ ആളോടും കൂടി ചോദിക്കട്ടെ സമ്മതമാണോ എന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാം, അപ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി തന്നാൽ മതി, നടത്തി തന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ അവളെ വിളിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകും എന്ന് പറയും. അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്ലി മൈൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയും, ഓ ശരി ആയിക്കോട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആദിനെ കളിയാക്കി വിടും. അപ്പോൾ ആദി കൂട്ടുകാരുടെ കൂടെ പാടത്ത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നേ. ആ സമയം അപ്പം നമ്മുടെ മാളു അമ്പലത്തിൽ പോയിട്ട് അങ്ങ് നടന്നു പോകുമായിരുന്നു. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് പറയും, മാളു ഒന്ന് അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ അവൾ പേടിച്ച് നിൽക്കുന്നേ. ഏത് സമയവും ആദിക്കാണെങ്കിൽ മാളുവിനെ വഴക്ക് പറയാനേ സമയമുള്ളൂ. പക്ഷേ ഈ വർഷങ്ങൾ കൊണ്ട് മാളു ആദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം ആദിയുടെ തൊട്ടാ പൊട്ടുന്ന സ്വഭാവമായിരുന്നു കേട്ടോ. അവൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവൾ ഒരിക്കൽ പോലും ആദിനെ വെറുത്തിരുന്നില്ല. പക്ഷെ അവൾക്കറിയാമായിരുന്നു അവൾ ആഗ്രഹിക്കാൻ പറ്റാത്തൊരു വലിയ ബന്ധമാണിതെന്ന്. അതുകൊണ്ട് അവളിത് ഒരു പ്രാവശ്യം പോലും അവനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആദി കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞ് അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും മാളു ഓർത്തു, അയ്യോ എന്തായിരിക്കും ആദ്യമായിട്ടിന് പറയാനുള്ളതെന്ന് ഓർത്തു മാളു ആകെ പേടിച്ച് നിൽക്കുക. അപ്പം മാളുവിനോട് ആദ്യം പറയും, മാളു നീ ഇന്ന് നമ്മുടെ അമ്പലക്കുളം ഇല്ലേ, അമ്പലക്കുളത്തിൻ്റെ അടുത്തോക്ക് വന്നാൽ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയേ. അപ്പോൾ അവൾ പറയും, എന്തിനാ ആദ്യമായിട്ടാ ഞാൻ വരുന്നേ, ആദ്യമായിട്ടിന് എന്നോട് എന്ത് പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയാമല്ലോ, പിന്നെ എന്തിനാ ആദ്യമായിട്ടൻ ഇപ്പം പറയാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് അത് അയാളോട് പറയണം, പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ല, നീ എൻ്റെ കൂടെ വരണം, അപ്പോൾ ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ മാളു ഉടനെ പറയും, ശരി ആദ്യേട്ടാ, അന്ന് ഞാൻ 6 മണിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞ് മാളു അങ്ങ് നടന്നു പോകും. അപ്പോൾ ആദിയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരും കേട്ടോ. ആദ്യം പറയും, കൊച്ചു കള്ളി, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷേ നീ അത് പറയില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സ്നേഹം നിന്നോട് പറയുമ്പോഴത്തേക്കും
അതുവരെ നീ കുറച്ച് ടെൻഷൻ അടിക്കും പെണ്ണെ എന്ന് പറഞ്ഞാൽ ആദ്യം ചിരിക്കും. ആദ്യം ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ മാളു കണ്ണൊക്കെ കലങ്ങി ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചാട്ടോ വീട്ടിലോട്ട് പോയി. അങ്ങനെ വളരെ 5:30 ആയപ്പോൾ തന്നെ അവൾ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്ന് ആദിനെ കാത്തിരിക്കുവാണ്. അപ്പോൾ ആദിക്ക് 6 മണിയായപ്പോൾ എത്താൻ പറ്റിയില്ല. ആദിക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു. കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ്റെ നെറ്റിക്ക് ബോൾ അടിച്ചു കൊണ്ടിട്ട് നെറ്റി പൊട്ടി ചോര വരുമായിരുന്നു. അപ്പോൾ ആദിയുടെയിൽ മാത്രമേ ഇവിടെ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും വണ്ടി എടുത്തുകൊണ്ടല്ല വന്നത്. അപ്പോൾ ആദിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാവുള്ളായിരുന്നു. അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ വാർന്നു പോയി കഴിഞ്ഞാൽ കൂട്ടുകാരന് എന്തായാലും ആപത്തുണ്ടാവും. പക്ഷേ അപ്പോഴും ആദ്യം ഓർക്കുന്നുണ്ട്, 6 മണിയായപ്പോൾ മാളുവിനോട് വരാൻ പറഞ്ഞല്ലോ, മാളു അവിടെ എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്താമെന്നൊക്കെയാണ് ആദ്യം ആലോചിച്ചിരുന്നത് എന്നും പറഞ്ഞ് ആദ്യം പെട്ടെന്ന് ആ കൂട്ടുകാരനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് കൂട്ടുകാരനെ അഡ്മിറ്റ് ചെയ്ത് കൂട്ടുകാരനെ പെട്ടെന്നൊരു സർജറിയൊക്കെ നടത്തേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞാണ് ആദിക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റിയത്. ആദ്യം ഒത്തിരി ടെൻഷൻ അടിച്ചതുകൊണ്ടേ ആദ്യം അറിയാതെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആദ്യം ഫോണിൽ നോക്കിയപ്പോഴാണ്, അയ്യോ സമയം 10 മണിയായല്ലോ, മാള് വന്ന് കാണുമോ, അവൾ എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് കാണുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ ആദ്യം പെട്ടെന്ന് ബൈക്കും എടുത്തുകൊണ്ട് അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ മൊത്തം ആള്. ആദ്യം ഓർക്കും, എന്താ ഇവിടെ ഇത്രയും തിരക്കിപ്പോൾ. ആദ്യം അങ്ങ് നടന്നങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മാളുവിന് ആദ്യം ഇതിനു മുമ്പ് കുപ്പിയോളം വാങ്ങിച്ചു കൊടുത്തായിരുന്നു അനുവിൻ്റെ കയ്യിൽ. അതവിടെ പൊട്ടിക്കിടക്കണ കാണും. അപ്പോൾ ആദ്യം ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് ആദ്യം ഓടി അമ്പലക്കുളത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മാളു അവിടെ മരിച്ചു കിടക്കുക. ആ സംഭവത്തോടുകൂടി നമ്മുടെ ആദി മെൻ്റലി നന്നായിട്ട് തകർന്നു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി മരിച്ചു. പിന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു വിവരം ആർക്കും അറിയാൻ പാടില്ല. ഇതൊന്നുമല്ല കാര്യം. ഇപ്പോൾ ആ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇടയ്ക്ക് ഓരോരുത്തർ മാളുവിനെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. മാളുവിൻ്റെ ആത്മാവ്